ഇസ്ലാം സത്യമല്ല എന്ന് ഇപ്പോഴും വാദിക്കുന്ന ആളുകളുടെ മുഖത്തടിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ഈച്ച വീണാൽ അതിനെ എന്ത് ചെയ്യണം എന്നതിനെ പറ്റി ഒരു ഹദീസ് പറയുന്നു. വെള്ളത്തിലൊരു ഈച്ച വീണാൽ അതിനെ എടുത്ത് കളയണം, അത് തന്നെയാണ് ലോജിക്ക്. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ഇത് സ്വഹീഹ ഹദീസാണ്, ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ഈച്ച വീണാൽ അതിൻ്റെ വീഴാത്ത ഭാഗം കൂടി നിങ്ങൾ മുക്കിയതിന് ശേഷമേ അതിനെടുത്ത് കളയാവൂ എന്നുള്ളതാണ് റസൂൽ പറയുന്നത്. കാരണം അതിൻ്റെ ഒരു ചിറകിൻ്റെ ഭാഗത്ത് അതിൻ്റെ രോഗവും മറ്റൊരു ചിറകിൻ്റെ ഭാഗത്ത് അതേ രോഗത്തിനുള്ള ആൻറ്റി ബാക്ടീരിയയും ഉണ്ടെന്നുള്ളതാണ് റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് ശേഷം ചിന്തിച്ചാൽ ഒരു പക്ഷേ ലോജിക്കിന് യോജിക്കാത്ത ഈ കാര്യം ശാസ്ത്രം സത്യമാണെന്ന് അടിവരയിട്ട് പറയുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. ഈ ഇടയ്ക്ക് ശാസ്ത്രജ്ഞർ ഒരു ഈച്ചയുടെ 2 ചിറകുകൾ വ്യത്യസ്തമായ 2 ടെസ്റ്റ് ട്യൂബുകൾ ഇട്ടതിന് ശേഷം 48 മണിക്കൂർ അതിനെ നിരീക്ഷണത്തിന് വേണ്ടി വെക്കുന്നുണ്ട്. ആ 48 മണിക്കൂറുകൾക്ക് ശേഷം അവർ കണ്ട കാഴ്ച അവർ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. ആ ഈച്ചയുടെ ഇടതുഭാഗത്തെ ചിറകിൽ ഒരു രോഗത്തിനുള്ള ബാക്ടീരിയയും അതേ ഈച്ചയുടെ വലതുഭാഗത്തെ ചിറകിൽ അതേ രോഗത്തിനുള്ള ആൻറ്റിബയോട്ടിക്കും കണ്ടെത്തിയെന്നുള്ള ശാസ്ത്രം എങ്ങും എത്താതിരുന്നൊരു കാലഘട്ടത്തിൽ ഒരു നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ദരിദ്രനായ ഒരു സാധാരണ മനുഷ്യൻ ഇത് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അത് റസൂല് തന്നെയാണ്. ആ റസൂലിനെ അയച്ചത് ഏകനായ എല്ലാം അറിയുന്ന ശക്തനായ ഒരു അള്ളാഹു തന്നെയാണ്.